അങ്ങനെ ഹിബേന്റെ സിസ്റ്ററിന് അവർ ആ സ്പോട്ടിൽ തന്നെ അയച്ചു കൊടുത്ത കുറെ വീഡിയോസ് ഉണ്ടാവുക. അതെല്ലാം ഇവർ ചെക്ക് ചെയ്യുമ്പോൾ അതിലൊരു വീഡിയോയിൽ മാത്രം ജസ്റ്റ് എന്തോ സാധനം ഇങ്ങനെ ചാടുന്ന സൗണ്ട് പെട്ടിട്ടുണ്ടാവുക. ആ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിൽ ജസ്റ്റ് എന്തോ സാധനം ഇങ്ങനെ ചാടുന്ന സൗണ്ട് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. വലിയ സൗണ്ട് ഒന്നുമില്ല. ഇങ്ങനെയല്ലോ നടന്നു എന്ന് പറഞ്ഞ് നമുക്ക് കാണിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ആരോടെയും പ്രൂവ് ചെയ്യാനോ മാത്രമൊന്നും ഈ സാധനമല്ലേ. ഇത്രയും കാണുമ്പോൾ പിന്നെ ഇവരും ടീച്ചേഴ്സിനോടൊന്നും പറയാൻ പോകില്ല. ലൈക്ക് ആർഗ്യൂ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ആര് കേട്ടാലും വിശ്വസിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല നടന്നിട്ടുള്ളത്. അങ്ങനെ ഇവരെല്ലാവരും 103 വരും. അവിടുന്ന് ഡ്രസ്സ് എല്ലാം ചേഞ്ച് ആക്കും. ആ ഒരു ടൈമിൽ ഇവർ മാറ്റുന്ന ടൈമിൽ ഇവർ ഓരോ സാധനങ്ങളും ഷെൽഫിൽ വെക്കുമ്പോഴും ബെഡിൽ വെക്കുമ്പോഴും ഒക്കെ ഇതെല്ലാം പരസ്പര ബന്ധമില്ലാതെ റൂമിന്റെ വേറെ ഏതെങ്കിലും മൂലക്കുന്ന കാര്യം കിട്ടുന്നുണ്ടാവുക. ഇതെല്ലാം കാണുമ്പോൾ ഇവർ വിചാരിക്കും മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ തോന്നുന്നുള്ളത്. ലൈക്ക് നമ്മൾ പേടിക്കാൻ തുടങ്ങിയ പിന്നെ എല്ലാ കാര്യങ്ങളും പേടിയായിട്ട് തോന്നൂലേ. അങ്ങനെ ഇതിലൊന്നും വല്ലാണ്ട് കോൺസെൻട്രേഷൻ കൊടുക്കാണ്ട് ഇവരിങ്ങനെ നിൽക്കുമ്പോൾ ഇവരെല്ലാവരും മാറ്റി താഴേക്ക് പോവാൻ നിൽക്കുക. ആ ടൈമിൽ ബാത്റൂമിന്റെ ലൈറ്റ് ഓൺ ആയി കിടക്കാണ്. ലൈക്ക് ഇവരെല്ലാരും വെറുതെ ആ റൂമിൽ ഇരിക്കാണ്. ആ ടൈമിൽ ബാത്റൂമിന്റെ ലൈറ്റ് തനി അങ്ങ് ഓഫ് ആവുകയെ സ്വിച്ച് കറക്റ്റ് ഓഫ് ആവുന്നത് ഇവരെല്ലാരും കാണും. അത് കണ്ടതോടെ പിന്നെ ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് വിചാരിച്ചാണ് ഇവരെല്ലാരും സാധനങ്ങൾ ലഗേജ് എല്ലാം എടുത്തിട്ട് താഴേക്ക് പോകും. പിന്നെ ഒരു ഹാഫ് അവറിനുള്ളിൽ തന്നെ ഇവർ ചെക്ക്ഔട്ട് ആവും. ചെക്ക്ഔട്ടായി ബസ് കയറി തൊട്ട് പിന്നെ ഇവർക്ക് നെഗറ്റീവായി ഇങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ലേ. പക്ഷെങ്കിൽ ഇവർക്ക് 6 ആൾക്കും സ്പെഷ്യലി ഈ 3 ആൾക്ക് പിന്നെ ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയൂല. ഇവരുടെ മനസ്സിൽ മൊത്തം ഇവരെന്തിനെ കണ്ടത്, ആ ഒരു സംഭവം ഇവർ അറ്റാക്ക് ചെയ്യാൻ നോക്കിയിരുന്നു അതോ പേടിപ്പിക്കാൻ നോക്കിയിരുന്നു, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. ലാസ്റ്റ് വന്ന കോള് അതെന്താണ് ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, അങ്ങനെ ഇവരുടെ മനസ്സിൽ മൊത്തം ഇങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. ആ ടൈമിൽ അവർക്ക് ഉണ്ടായ ഒരു പേടി ഉണ്ടാവുമല്ലോ. അതെന്നെ ആയിരിക്കും ത്രൂ ഔട്ട്. എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയിരുന്നെങ്കിൽ നാട്ടിലെത്തിയിരുന്നെങ്കിൽ എന്ന് മാത്രമായിരിക്കും. അങ്ങനെ ഇവരുടെ ട്രിപ്പ് എല്ലാം പിന്നെ എന്തോ ഒരു ഹാലിലാകും. അങ്ങനെ വീട്ടിലെത്തി വീട്ടുകാരോട് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ലൈക്ക് വീട്ടുകാരോടാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സിനോടാണെന്നുണ്ടെങ്കിലും ഒന്നും എല്ലാവരോട് പറയുമ്പോൾ എല്ലാവരും പറയും ഇങ്ങനൊന്നും എന്തായാലും നടക്കൂല, തോന്നിയതാക്കാരൻ, നിങ്ങൾക്ക് സൗണ്ട് ഒക്കെ കേട്ട പോലെ തോന്നിയക്കാരെന്ന് പറയും. പാരാനോർമൽ ആയിട്ട് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മനസ്സിലാവും. നമുക്കത് എക്സ്പീരിയൻസ് ഇതിനേക്കാൾ സങ്കടം ഉണ്ടാവും വേറൊരാളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയൂല. വേറെ എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം, പ്രൂഫ് കാണിച്ചു കൊടുക്കാം, അങ്ങനെ എന്തെങ്കിലും ആക്കാം. ഇതിപ്പോ ഇവരുടെ ട്രിപ്പിലാണെന്നുണ്ടെങ്കിലും 2 ക്ലാസ് കുട്ടികളുണ്ട്. അതിലാകെ ഇവർക്ക് ഈ 3 ആൾക്ക് ഇവർ 6 ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടേ ഉള്ളൂ. വേറൊരാൾക്കും ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. ഇത്രയേ ഉള്ളൂ സ്റ്റോറി. ഈ 3 കുട്ടികളുടെ ലൈഫിൽ ആ ഒരു രാത്രി നടന്നിട്ടുള്ള ഇൻസിഡന്റ് ആണ് ഇത്. ഈ കഥയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഇവർക്ക് ഇതുവരെ ഒരു ക്ലാരിറ്റിയും കിട്ടിയിട്ടില്ല. ആൻഡ് ഈ കഥ പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഭയങ്കര ഓഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആക്കാരം ഇത്. ഇങ്ങനെയൊന്നും വേറെ ആർക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ്. ഈ കഥ ഞാൻ പറഞ്ഞതിന് ശേഷം എന്റെ DM-ൽ ഫുള്ള് സ്കൂൾ ട്രിപ്പ്, കോളേജ് ട്രിപ്പ്, PG, ഹോസ്റ്റൽ സ്റ്റോറീസ് ആണ്. ഇതൊന്നും 1-2 ആളുടെ ലൈഫിൽ നടന്നിട്ടുള്ളതല്ല. കുറെ ആളുടെ ലൈഫിൽ ഇങ്ങനത്തെ ഇതേപോലത്തെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റോറി കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് പറയണേ. ബാക്കിയുള്ള സ്റ്റോറീസ് ഞാൻ അടുത്തടുത്ത വീഡിയോസ് ആയിട്ട് ചെയ്യാം.